ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമസ്ത വാർഷിക പരീക്ഷയിലെ 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ആൻസർ കീയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറന്നു പോകരുത്. ഒന്നാമത്തത് യോജിപ്പിക്കാം. അതിൽ 5 ചോദ്യങ്ങളാണ്. മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും പ്ലാസ്റ്റിക്. ഒന്നാമത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തത്, യർമൂക്ക് യുദ്ധ ദിവസം ബന്ധുവിനെ അന്വേഷിച്ചു. ആരാണ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം, നബി തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈമാനിൻ്റെ പകുതിയാണ് ക്ഷമ. അടുത്തത് ക്രമത്തിലാക്കാം. ഇതൊക്കെ സാധാരണ കുട്ടികൾക്ക് എളുപ്പമുള്ളതായിരിക്കും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ക്രമത്തിലാക്കാം. ഇത് നമ്മളിപ്പോൾ ഈ ആൻസർ കീ ചെയ്യുന്നത് നിങ്ങൾക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. അതുപോലെ കുട്ടികൾക്കും ഒരു ഏകദേശം എത്രത്തോളം എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അൻ യുഹ്ബസ ശൈഉൻ മിനദ് ദവാബി ലാ ദില്ല ലഹാ. ഒരു ഹദീസാണത്. ഇനി ഉത്തരം എഴുതാം. ഒരു ഒട്ടകം നബിയോട് പരാതി പറഞ്ഞു. ആ പരാതി എന്തായിരുന്നു? ശരിയായ വിധം ഭക്ഷണം കൊടുക്കുന്നില്ല എന്നതായിരുന്നു. ഉടമസ്ഥൻ ശരിയായ വിധം ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. രണ്ടാമത്തത്, പ്രയാസങ്ങൾ നേരിടുമ്പോൾ നാം എന്ത് ചൊല്ലണം? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത്? അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, പൂരിപ്പിക്കാം. നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നള്ളിഫു അഫ്നിയത്തക്കും എന്ന് പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. അതിൻ്റെ അർത്ഥമാണത്. രണ്ടാമത്തെ പൂരിപ്പിക്കാൻ, മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. അപ്പോൾ പ്രതിഫലം എന്നാണ് വിട്ട സ്ഥലത്ത് ചെയ്തേണ്ടത്. മൂന്നാമത്തേത്, ദുഷിച്ച വാക്കുകളും പ്രവർത്തനങ്ങളും പോലെ തന്നെ ദുഷിച്ച വിചാരവും കുറ്റകരമാണ്. അപ്പോൾ വിട്ട സ്ഥലത്ത് വിചാരവും എഴുതണം. ഇനി 2 ഇത് എഴുതാം. തെറ്റായ ധാരണയുടെ ദൂഷ്യങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വെറുപ്പുണ്ടാക്കും. മറ്റൊന്ന്, ശത്രുത ഉണ്ടാക്കും. 2, 3, 4 പറഞ്ഞിട്ട് 2 എഴുതിയാൽ മതി. നിങ്ങൾ അതാണ് എഴുതേണ്ടതായിരുന്നു. അതുപോലെ ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ: അവരോടൊപ്പം കളിക്കൽ, അവരെ ചുംബിക്കുക. 2. വ്യക്തമാക്കാം എന്നതിൽ ഒന്നാമത്തെ തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ 10ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കലും നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തഖ്വ. അതുപോലെ ഗീബത്ത്, തൻ്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ്. അടുത്തത്, അടിവരെയുള്ളത് ശരിയാക്കാം. അവിടെ തെറ്റാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ നന്നാക്കിയിട്ട് എഴുതണം. സഹോദരൻ നിലനിർത്തുന്നതിന് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ, അവിടെ ആ പാടുണ്ടല്ലോ, സഹോദരൻ നിലനിർത്തുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക എന്നാണ് ഉള്ളത്. അപ്പോൾ ദുഃഖിക്കുക എന്നുള്ളത് സന്തോഷിക്കാന്ന് എഴുതണം. ഇൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമിനും സുന്നത്താണെന്നാണ് ഇവിടെ ഉള്ളത്. നിർബന്ധമാണെന്നാണ് കൊടുക്കേണ്ടത്. ഇനി ആശയം എഴുതാം. എൻ്റെ ലൈസ മിന്ന മല്ലം യർഹം സ്വഗീറന വയഅരിഫ് ഷറഫ കബീറിന. ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ആദരിക്കാത്തവരും നമ്മളിൽ പെട്ടവനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം.